Everyone, welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed description of today's Hindu newspaper, we are introducing a new program called Prelims Mains Companion. So what is this program? ഇതൊരു മെയിൻസ് പ്രിലിംസ് ഒരു ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമാണ്. അതായത് ഇനി നമുക്ക് അടുത്ത പ്രിലിംസിലോട്ട് വി ഹാവ് അറൗണ്ട് ഒരു 10 months ഉണ്ട്. ഒരു കൃത്യമായൊരു സ്ട്രാറ്റജിയോട് കൂടി പ്രോപ്പറായിട്ട് ടെസ്റ്റുകളെല്ലാം എടുത്ത് അത് ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ കീഴിൽ ആ ടെസ്റ്റുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ യു കുഡ് ക്ലിയർ ദ അപ്കമിങ് അറ്റംപ്റ്റ്സ്. ഇപ്പോൾ 2027 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും 2028 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ദിസ് പ്രോഗ്രാം വുഡ് ബി വെരി വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള 10 മാസം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ അടുത്ത റിസൾട്ട്. ഓഫ്കോഴ്സ് ഇപ്പോൾ മെയിൻസിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ യു ക്ലിയർ ദ പ്രിലിംസ് നിങ്ങൾ മെയിൻസിൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു 10 മാസം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ഫസ്റ്റ് 4 months വി വുഡ് ഫോക്കസ് ഓൺ ദ മെയിൻസ്. ഓക്കെ, നമ്മുടെ മെയിൻസ് പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കും ഈ പ്രോഗ്രാമിൽ. ദെൻ ദ ലാസ്റ്റ് 6 months വി വുഡ് എൻറ്റയർലി ഫോക്കസ് ഓൺ ദ പ്രിലിംസ്. സോ ഇത് വെറും ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം മാത്രമായിട്ട് നിങ്ങൾ ഇത് കാണരുത്. ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ് ക്ലാസ്സസ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും സമ്മറി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ലൈക്ക് എ ക്രാഷ് കോഴ്സ്. ഓക്കെ, ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ, ഈ PCM ക്ലാസ് ഇത്രയും വലിയ ക്ലാസ്സുകളുണ്ട്, ഒരു സമ്മറി ക്ലാസ് നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് പോലെ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. സോ അതുപോലെ ഒരു സമ്മറി ക്ലാസ് ക്രാഷ് കോഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ കറണ്ട് അഫെയർസും അതിൻ്റെ മെറ്റീരിയൽസും ഇൻക്ലൂഡഡ് ആണ്. ദിസ് പ്രോഗ്രാം ഇസ് ഇൻ എ ഹൈബ്രിഡ് മോഡൽ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് ബിഗിനർ ആണെന്നുണ്ടെങ്കിലും റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇഫ് യു ആർ എ വർക്കിംഗ് പ്രൊഫഷണൽ ദെൻ ദിസ് പ്രോഗ്രാം വുഡ് ബി സ്ലൈറ്റ്ലി അറേഞ്ച്ഡ് ഫോർ യു. അതായത് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ഇതിനെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ലൈക്ക് നിങ്ങൾ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും, അപ്പോൾ അവർ ഗൈഡ് ചെയ്യുന്നുണ്ടാവുന്നുണ്ട്. ദെൻ ദിസ് ഇൻക്ലൂഡ് ഡെയിലി ആൻസർ റൈറ്റിംഗ്. 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ടു സിവിൽ 360 IAS അക്കാഡമി ആൻഡ് യു ക്യാൻ റൈറ്റ് ദ ടെസ്റ്റ്. ഓക്കെ, എല്ലാ ദിവസവും 5 മണിക്ക് ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും. ദെൻ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൃത്യസമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ദെൻ വീക്ക്ലി ടെസ്റ്റ് ഒരു 9:30 എല്ലാ ഞായറാഴ്ചയും ടെസ്റ്റ് എടുക്കണം. 9:30 to ഒരു 12:30 വരെ ഒരു 3 മണിക്കൂർ ശരിക്കും നിങ്ങളുടെ മെയിൻസ് എക്സാം എങ്ങനെയാണോ അതുപോലെ എല്ലാ വീക്കിലും ഇവിടെ എക്സാം ഉണ്ടാവും. സോ ട്രൈ ടു ജോയിൻ ദിസ് പ്രോഗ്രാം. സോ ഇതൊരു ഹോളിസ്റ്റിക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു നിങ്ങളെ കൃത്യം ഡയറക്ഷനിലോട്ട് നയിക്കാനായിട്ടും ഒരു ഹെൽപ്പായിരിക്കും ദിസ് പ്രോഗ്രാം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ഓക്കെ, ദെൻ ഇഫ് യു വാണ്ട് എ പേഴ്സണൽ കൗൺസിലിംഗ് ബൈ എ മെൻറ്റർ ദെൻ അത് പറഞ്ഞാലും മതി. അതായത് ഇപ്പം ഇഫ് യു നീഡ് എ പേഴ്സണൽ ഒരു കൗൺസിലിംഗ് വേണമെന്ന് വിചാരിക്കുക, മീൻസ് മെൻറ്ററിനായിട്ടൊന്ന് സംസാരിക്കണം അല്ലെങ്കിൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ask questions with me also because I am guiding this program. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈ പേഴ്സണൽ നമ്പർ വുഡ് ബി ഷെയർഡ് ഫ്രം ദർ. ഓക്കെ, ദെൻ ഒരു 26-ാം തീയതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൾറെഡി ഒരു ഓറിയൻറ്റേഷൻ നടത്തിയിരുന്നു. ഇഫ് യു വാണ്ട് ദ ഓറിയൻറ്റേഷൻ നിങ്ങൾ അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കോൺടാക്ട് ചെയ്താൽ മതി ഓഫീസിൽ. ദെൻ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ്, ഇന്ത്യാസ് റൈസ് ഫീൽഡ്സ് റാങ്ക്സ് എമംഗ് വേൾഡ്സ് ടോപ്പ് മീഥേൻ സോഴ്സസ്. അതായത് വി നോ പാഡി ഫീൽഡ്സ് നെൽകൃഷിയിടങ്ങളിൽ നിന്നിട്ട് ഈ മീഥേൻ എമിഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. സോ അതിൽ ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മീഥേൻ എമിഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ന്യൂസാണ്. വാട്ട്സ് ദ പ്രോബ്ലം ഓഫ് മീഥേൻ? ഇറ്റ്സ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ സൗദി US ന്യൂക്ലിയർ ഡീൽ അബൌട്ട്? അതായത് സൗദിയും അതുപോലെ തന്നെ US തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ രാജസ്ഥാനിൽ ചണ്ഡീപുര വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് സ്പ്രെഡായിട്ട് 2 കുട്ടികളും മരിച്ചു. സോ ആ ഒരു ഡിസീസ് കൺട്രോൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻസും അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കവർ ചെയ്യുന്നതാണ്. ദെൻ വൈ ആർ ദർ പ്രൊട്ടസ്റ്റ് ഇൻ കെൻ ബെറ്റ്വ പ്രോജക്റ്റ്?
കെൻ ബെറ്റ്വ എന്ന് പറയുന്ന 2 റിവർ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യുന്നുണ്ട് മധ്യപ്രദേശിൽ. സോ ഇറ്റ് ഈസ് റൈസിങ് സം കൺസേൺസ്. വാട്ട് ആർ ദ കൺസേൺസ്? അതാണ് ന്യൂസിൽ. ദെൻ സാർനാഥ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ 45ാമത്തെ ഐറ്റമായിട്ട്, ഇന്ത്യയിൽ നിന്ന് 45ാമത്തെ ഐറ്റമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ്. ദെൻ ഡു നോട്ട് സറണ്ടർ ചൈന, ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ US. അതായത് നമ്മൾ ചൈനയിനായിട്ട് വേണോ US-നായിട്ട് വേണോ ഇന്ത്യ കൂടുതൽ അലൈൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഇത് ശശി തരൂർ എഴുതിയിരിക്കുന്നൊരു നല്ലൊരു ആർട്ടിക്കിളാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ന്യൂസ് ബൈ ഓരോ ന്യൂസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ദ ഫസ്റ്റ് ന്യൂസ്, India's rice fields rank among the world's top methane sources. The Nature Food Study has found that greenhouse gas emissions from the global paddy fields have nearly doubled since 1960s. India, the world's largest rice producer, is identified one of the major methane emissions. അതായത് ലോകത്തിൽ ഈ പാഡി കൾട്ടിവേഷൻ നടക്കുന്ന പാഡി ഫീൽഡ്, നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നിട്ട് 1960 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഥേൻ എമിറ്റ് ചെയ്യുന്നത് ഡബിൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൈസ് പ്രൊഡ്യൂസർ. ഓക്കെ, അപ്പോൾ ഇന്ത്യ വൺ ഓഫ് ദ ലാർജസ്റ്റ് മീഥേൻ എമിറ്റിംഗ് കൺട്രി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട്. ഓക്കെ, so first of all, what's the problem of methane and paddy field? How paddy field produce the methane? അത് മീഥേൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതിൻ്റെ പ്രസൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂട്ടാൻ കാരണമാകുന്നു. ഇപ്പോൾ കമ്പാരിറ്റീവ് ടു ദ കാർബൺ ഡൈ ഓക്സൈഡിനെക്കാട്ടും 20ഓളം ഇരട്ടി 20ഓളം മടങ്ങ് ഹീറ്റ് വലിച്ചെടുക്കാനുള്ള കഴിവ് മീഥേനുണ്ട്. സോ മീഥേൻ്റെ പ്രസൻസ് കൂടുമ്പോൾ ഗ്ലോബൽ വാർമിങ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഈ പാഡി ഫീൽഡ് മീഥേൻ എമിറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ പാഡി ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെൽകൃഷിയുടെ പ്രത്യേകത വെള്ളം കെട്ടി നിർത്തോടെ കൃഷി ചെയ്യാനായിട്ട്. സോ ദർ വുഡ് ബി അനൈറോബിക് ഡീകമ്പോസിഷൻ. അനൈറോബിക് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ അവിടെ ഡീകമ്പോസിഷൻ നടക്കും. അവിടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസും ഓർഗാനിക് കമ്പൗണ്ട്സ് എല്ലാം ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അനൈറോബിക് ഡീകമ്പോസ് ചെയ്യുന്ന മെത്തനോജൻസ് എന്ന് പറയും. അതായത് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ ഈ അനൈറോബിക് ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് ഇവരായിരിക്കും ഡീകമ്പോസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക പാഡി ഫീൽഡിൽ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പൊതുവേ അവർ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഈ അനൈറോബിക് ഡീകമ്പോസിഷൻ, അതായത് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയാസ് വുഡ് പ്രൊഡ്യൂസ് മീഥേൻ. ആ മീഥേൻ എമിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ നെൽകൃഷിയിടങ്ങളിലൊക്കെ മീഥേൻ ഒരുപാട് എമിഷൻ വരുന്നത്. സോ മീഥേൻ ഉണ്ടാകുന്നത് പറഞ്ഞിട്ടുണ്ട് മെത്തനോജനിക് മൈക്രോബ്സ് ആണ് അതിന് കാരണമാകുന്നത്. ഇന്ത്യയിൽ ഈസ്റ്റേൺ ഇന്ത്യ ഇസ് വേൾഡ്സ് മേജർ മീഥേൻ എമിഷൻ ഹോട്ട്സ്പോട്ടായിട്ട് മാറിയേക്കാം. ഓക്കെ, ദെൻ ഇന്ത്യയിലെ പാഡി കൾട്ടിവേഷൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 25% 1970 ശേഷം കൂടിയിട്ടുണ്ട്. സോ മീഥേൻ എമിഷന് ഭയങ്കര ചാൻസ് ഉണ്ട്. ദെൻ മേജർ ഡ്രൈവേഴ്സ് ഓഫ് റൈസിങ് എമിഷൻസ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ മീഥേൻ എമിഷൻ കൂടുന്നു? ഫസ്റ്റ് തിങ്, കണ്ടിന്യൂസ് ഫ്ലഡിങ് ഓഫ് ദ ഫീൽഡ്. ഞാൻ പറഞ്ഞില്ലേ, കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടി നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലഡ് വരാമെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോഴും അനൈറോബിക് ഡീകമ്പോസിഷൻ നടന്നിട്ട് there would be methane emission. Then excessive nitrogen fertilizer use. നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും that will lead to the methane emission. Then incorporation of crop residues. അതായത് ഈ ക്രോപ്പിൻ്റെ ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ ഡീകമ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മീഥേൻ അഗെയിൻ അനൈറോബിക് ഡീകമ്പോസിഷൻ നടന്നിട്ട് മെത്തനോജനിക് ബാക്ടീരിയാസ് അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോബ്സ് അത് എമിറ്റ് ചെയ്യാൻ കാരണം. ദെൻ എക്സ്പാൻഷൻ ഓഫ് ഇറിഗേറ്റഡ് പാഡി ഫീൽഡ്. അതായത് ഇപ്പോൾ നിലവിൽ ഇറിഗേറ്റഡ് പാഡി ഫീൽഡിൻ്റെ എക്സ്പാൻഷൻ ഒക്കെ ഏരിയ കൂടുന്നുണ്ട്. സോ അതും ഏരിയ കൂടുന്നതനുസരിച്ച് എന്തുണ്ടാകും, മീഥേൻ എമിഷൻസും കൂടുന്നുണ്ട്. സോ ദീസ് ആർ ദ റീസൺസ്. ദെൻ സ്റ്റഡി പ്രൊജക്ട്സ് 25% further increase the emission during the 2031 to 2050. അതായത് 2031-50 കാലാവുമ്പോഴത്തേനും 25% അഗെയിൻ കൂടും ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഇറാറ്റിക് റെയിൻഫോൾ ആൻഡ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഇത്തരം കാരണങ്ങളോട് മീഥേൻ എമിഷൻ ഇനിയും കൂടുന്നു.
So India's irrigated paddy field currently emit about 3.9 million tons of methane annually. This is an important data. The ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ irrigated paddy fields തന്നെ, അതായത് irrigated paddy fields, rain fed ആയിട്ടുള്ള paddy fields അല്ല, അത് മീൻസ് മഴയെ ആശ്രയിച്ച് കിടക്കുന്ന paddy fields മാത്രമല്ല, irrigated ആയിട്ടുള്ള paddy fields തന്നെ 3.9 million tons of methane annually emitted. It's more than methane emission by the Germany. Okay. Then solutions പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കണം. ദ ഫസ്റ്റ് സൊല്യൂഷൻ ഈസ് ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഇറിഗേഷൻ. അത് വെള്ളം കെട്ടി കിടക്കുന്ന രീതിയിൽ അല്ല, ഇത് ആൾട്ടർനേറ്റീവായിട്ട് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ നല്ലതായിരിക്കും. പിന്നെ നൈട്രജൻ്റെ ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, അനാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ദെൻ ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെൻറ്റ്, അത് അവിടെ തന്നെ കിടന്ന് ചെയ്യാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ reduced tillage practices. ഈ ടില്ലേജ് നമ്മൾ ഈ ഉഴുതുമറിക്കുമ്പോൾ ആക്ച്വലി ഇതുപോലെ മീഥേൻ എമിഷൻ കൂടാനാണ് ചാൻസ്. ഓക്കെ, അത് ആക്ച്വലി നമ്മൾ പ്രോപ്പറായിട്ട് മീൻസ് നമ്മൾ ടില്ലേജ് നടത്താതെ കൃഷിയാണ് ഇപ്പോൾ ആക്ച്വലി നമ്മൾ സീറോ ടില്ലേജ് ഫാമിംഗ് ആണ് ആക്ച്വലി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ സീറോ ടില്ലേജ് ഫാമിംഗ് ഹെൽപ്പായിരിക്കും. ദെൻ ഇൻക്രീസിങ് സോയിൽ ഓർഗാനിക് കാർബൺ, ഇത് കാർബണിൻ്റെ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ആവും. ഓക്കെ, മീഥേൻ്റെയും എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നതാണ് ഇത്. അപ്പോൾ അതായത് CH4 ആണല്ലോ ഈ മീഥേൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാർബണിൻ്റെ എമിഷൻ, കാർബൺ സോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഈ കാർബൺ പുറത്തേക്ക് വരാണ്ട് നോക്കും. സോ സോയിൽ കാർബൺ അബ്സോർബ് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം കൂട്ടും. ഓക്കെ, ദെൻ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ മെത്തേഡാട്ടോ പറയുന്നത്. നമുക്ക് ഈ നെല്ലിന് പകരം മില്ലറ്റ്സ് മുതലായിട്ടുള്ള ക്രോപ്സ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ഭാഗത്തുള്ള ക്രോപ്സ് പ്രൊമോട്ട് ചെയ്യുക. റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ വാട്ടർ ഇൻറ്റൻസീവ് പാഡി, അതായത് വെള്ളം ഒരുപാട് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്ന നെൽകൃഷി ഒഴിവാക്കാം. നമുക്ക് ആൾട്ടർനേറ്റീവ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ദെൻ റീജിയണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എവറി ഏരിയ ഫോർ ദിസ് പ്രോബ്ലം. ഫോർ സോൾവിങ് ദിസ് പ്രോബ്ലം അല്ല, എല്ലാവർക്കും ഒരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ഓരോ റീജിയൻ അനുസരിച്ച് അവിടുത്തെ സോയിൽ മാറുന്നുണ്ട്, അവിടുത്തെ ടോപ്പോഗ്രഫി മാറുന്നുണ്ട്, ഇറിഗേഷൻ കണ്ടീഷൻസ്, ഫാർമേഴ്സിൻ്റെ പ്രിഫറൻസ് എല്ലാം മാറുന്നതുകൊണ്ട് തന്നെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ ചൂസ് ചെയ്യണം. ദെൻ ഇന്ത്യൻ ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ നാഷണൽ ഇന്നോവേഷൻസ് ഇൻ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ഉണ്ട്. ദിസ് ഇസ് പ്രൊമോട്ടിംഗ് ദ ലോ എമിഷൻ അഗ്രികൾച്ചറൽ ടെക്നോളജീസ്. And the next initiative is system of rice intensification, അതായത് യൂസിങ് യങ് സീഡ്ലിങ്സ്, ദെൻ വൈഡർ സ്പേസിങ് ബിറ്റ്വീൻ ദം, സ്പേസ് ഒക്കെ കൂട്ടുന്നു. പിന്നെ ഈ ഫ്ലഡിങ് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി കിടക്കാത്തത് ഒഴിവാക്കുന്നുണ്ട്. ഇനി സ്പെസിഫിക്കലി കേരളത്തിൽ പറയുകയാണെങ്കിൽ കേരള AWD പ്രൊജക്റ്റ് ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ടിംഗ് ലോ എമിഷൻ റൈസ് കൾട്ടിവേഷൻ പ്രാക്ടീസസ്, അത് എമിറ്റ് ചെയ്യുന്ന ലോ എമിഷൻ ചെയ്യുന്ന പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുന്നു. ലൈക്ക് കമ്പൈൻ ആൾട്ടർനേറ്റീവ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്, ദെൻ ഡയറക്റ്റ് സീഡിങ് ഓഫ് റൈസ്, ഫെർട്ടിലൈസർ ഡീപ് പ്ലേസ്മെന്റ്, ഇതുപോലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ഇസ് ദ ചലഞ്ചസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് ലേബർ ഷോർട്ടേജ് ഈ ഒരു മേഖലയിലുണ്ട്. ദെൻ ലിമിറ്റഡ് ടെക്നിക്കൽ നോളേജ് എമംഗ് ദ ഫാർമേഴ്സ്, ഇതുപോലെയുള്ള ഇവർ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. ദെൻ ഇറാറ്റിക് മൺസൂൺ പാറ്റേൺ, ചില സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്, ചില സമയം വെള്ളം ഉണ്ടാവാറില്ല. വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കണമെങ്കിൽ മീഥേൻ എമിഷൻ കൂടാനാണ് ചാൻസ്. ദെൻ സ്റ്റേറ്റ് സ്പെസിഫിക് പ്രിഫറൻസസ് ഇൻ എമിഷൻ പൊട്ടൻഷ്യൽ, ഒരു സ്റ്റേറ്റ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ബട്ട് ദ വേ ഫോർവേഡ് ഈസ് എക്സ്പാൻഡ് ദ ആൾട്ടർനേറ്റീവ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് മെത്തേഡ്. ദെൻ പ്രിസിഷൻ ഫെർട്ടിലൈസർ അഗ്രികൾച്ചർ, അതായത് നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസർ ഒരുപാടായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. സോയിൽ കാർബൺ, ഓക്കെ, സോയിലുള്ള കാർബണിൻ്റെ അളവ് കൂട്ടുക, അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക. ദെൻ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന പാഡിയിൽ നിന്നിട്ടും നെല്ല് കൃഷി ചെയ്യുന്നത് നെല്ലിന് പകരം മറ്റ് ക്രോപ്സുകൾ പ്രൊമോട്ട് ചെയ്യുക. അധികം വെള്ളമൊന്നും അധികം യൂസ് ചെയ്യാത്ത ലൈക്ക് മില്ലറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. ദെൻ ഇതൊക്കെയാണ് ഇതിന് ആൾട്ടർനേറ്റീവ് ക്രോപ്സ് ഒക്കെ നമുക്ക് നോക്കാം. Then the second news. This news talks about the US and Saudi Arabia nuclear deal. The United States and Saudi Arabia signed Civil Nuclear Cooperation Agreement and a bilateral nuclear safeguard agreement. രണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്.
However, the US President Donald Trump later stated that the argument would proceed only if the Saudi Arabia joins the Abraham Accords by establishing diplomatic relations with Israel. സൗദി അറേബ്യനായിട്ട് യു എസ് ഒരു ഡീല്, ന്യൂക്ലിയർ ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ 2 എഗ്രിമെൻ്റ് ഒക്കെ നമ്മൾ സൈൻ ചെയ്തു അവരുണ്ടാവണം. പക്ഷെ അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ യു എസ് പറഞ്ഞു സൗദി അറേബ്യയുടെ അടുത്ത്, നിങ്ങൾ എബ്രഹാം അക്കോർഡ് നിങ്ങൾ സൈനിങ് ചെയ്താൽ മാത്രമേ ഇത് നടപ്പിലാക്കുള്ളൂ. എബ്രഹാം അക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനായിട്ട് നല്ല രീതിയിൽ ഒരു കണക്ഷൻ, ഒരു ബയലാറ്ററൽ കണക്ഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ഡയലോഗാണ്. അതായത് പണ്ട് ഇസ്രായേലിനായിട്ട് പല രാജ്യങ്ങൾക്കും, കുവൈറ്റിനാണെങ്കിലും മറ്റു രാജ്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വാറൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നോർമലൈസ് ചെയ്തേക്കുന്ന ആ രാജ്യങ്ങൾ തമ്മിൽ ഇസ്രായേലിനായിട്ടുള്ള നല്ലൊരു കണക്ഷൻ ഉറപ്പുവരുത്തിയേക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. അതിൽ സൗദി അറേബ്യ സൈനിങ് ചെയ്തിട്ടുണ്ടായില്ല ബിക്കോസ് ഓഫ് മെനി റീസൺസ് പറയാം. അത് എബ്രഹാം അക്കോർഡ് സൈനിങ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡീല് നിലവിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ബിക്കോസ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ അലൈ ഓഫ് യു എസിൻ്റെ ഒരു അലയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ എഗ്രിമെൻ്റ് വഴി. ദെൻ അബൌട്ട് ദ എഗ്രിമെൻറ്റ് 30 years ഉള്ള ഒരു $multi-billion സിവിൽ ന്യൂക്ലിയർ പാർട്ട്ണർഷിപ്പാണ്. അത് സിവിൽ ന്യൂക്ലിയർ പാർട്ട്ണർഷിപ്പ് എന്നൊരു എക്സാമ്പിൾ ഒക്കെ പറയുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലോട്ടുള്ള സപ്ലൈ, അതുപോലെ തന്നെ എനർജി അല്ലെങ്കിൽ ഫ്യൂവലൊക്കെ കൊടുക്കുക, ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ജനറേഷൻ കൂട്ടുക, അതുപോലെയുള്ള മേഖലയിൽ ഒരു കോർപ്പറേഷൻ വരുത്തുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. സോ ഇറ്റ് എനേബിൾസ് ദ ട്രാൻസ്ഫർ ഓഫ് സിവിൽ ന്യൂക്ലിയർ ടെക്നോളജി, ന്യൂക്ലിയർ മെറ്റീരിയൽസ്, uranium-235 എക്യുപ്മെന്റ്സ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ gives US companies to preferential access to Saudi Arabia's nuclear energy sector. അതായത് യു എസിൽ ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സൗദി അറേബ്യയിലോട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്കൊരു എക്കണോമിക് ബെനിഫിറ്റും കൂടി യു എസിന് അതുവഴി കിട്ടുന്നുണ്ട്. ദെൻ വൈ സൗദി അറേബ്യ വാണ്ട്സ് എ ന്യൂക്ലിയർ എനർജി? ദ ഫസ്റ്റ് തിങ്, എന്തുകൊണ്ട് സൗദി അറേബ്യക്ക് വേണം ഇങ്ങനൊരു ന്യൂക്ലിയർ പ്രോഗ്രാം? ദ ഫസ്റ്റ് തിങ് ഇസ് വിഷൻ 2030 എന്ന് പറഞ്ഞൊരു വിഷൻ ഉണ്ട് സൗദി അറേബ്യക്ക്, ടു ഡൈവേഴ്സിഫൈ ദ എക്കണോമി ബിയോണ്ട് ദ ഓയിൽ. നമുക്കറിയാം സൗദി അറേബ്യ മുതലുള്ള രാജ്യങ്ങളെല്ലാം ഓയിലിന്, അതായത് ക്രൂഡ് ഓയിലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓയിലിൽ നിന്നിട്ട് നമുക്കൊരു ട്രാൻസിഷൻ വേണം. കാരണം ഓയിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസും മറ്റ് ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലിൽ നിന്നിട്ട് മാറണം എന്ന് വിചാരിക്കുന്നുണ്ട്. ദെൻ റൈസിങ് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഫ്രം, അതായത് പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകൾ, ടൂറിസം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സെൻറ്റേഴ്സ്, ഇവർക്കൊക്കെ ഒരുപാട് എനർജി വേണം പ്രവർത്തിക്കാനായിട്ട്. നമ്മൾ ഓയിലിൽ നിന്ന് ലഭിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്നൊക്കെ ലഭിക്കുന്ന എനർജി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഇൻസഫിഷ്യൻ്റ് ആകുന്നു. സോ ന്യൂക്ലിയർ എനർജി വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടുന്നു. ദെൻ റിഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഓയിൽ ആൻഡ് ഗ്യാസ് ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് യൂട്ടിലൈസ് ദ ഡൊമസ്റ്റിക് യുറേനിയം റിസർവ്. സൗദി അറേബ്യയിൽ യുറേനിയം റിസർവ്സ് ഉണ്ട്. സോ ഈ ഒരു എഗ്രിമെന്റ് വഴി ആ യുറേനിയം റിസർവ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് there is a strategic concerns for the Saudi Arabia. കുറച്ച് കൺസേൺസ് ഉണ്ട്. The Saudi Crown Prince Mohammed bin Salman has previously stated that if Iran develops nuclear weapon, Saudi Arabia would also seek one. അതായത് ഇറാൻ ഇപ്പോൾ ആ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയിൽ, ഈ ഒരു മേഖലയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആരാണ് ഈ സ്ഥലത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാളാകുന്നത്? അപ്പോൾ ഇറാൻ ആക്ച്വലി ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയും പിന്നീട് ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റും കൂടി നിൽക്കുന്നുണ്ട്. സോ ഇറാനെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇറാൻ്റെ ഒരു പ്രോബ്ലം കൂടി ഈ ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. ഓക്കെ, സൗദി അറേബ്യക്ക് ഇങ്ങനെ ഒരു കൺസേൺ കൂടി ഈ ഒരു മേഖലയിൽ, ന്യൂക്ലിയർ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നു. ദെൻ എബ്രഹാം അക്കോർഡ് എന്താണെന്ന് പറയുന്നു? ഇറ്റ്സ് എ നോർമലൈസേഷൻ ഓഫ് എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ ഇസ്രായേലും UAE, ബഹ്റൈൻ, മൊറോക്കോ. സോറി, ഞാൻ നേരത്തെ കുവൈറ്റ് ആണ് പറഞ്ഞു, കുവൈറ്റ് അല്ല, UAE, ബഹ്റൈൻ, മൊറോക്കോ ഈ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻ നോർമലൈസ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് പണ്ട് ഒരുപാട് വാറും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ പല രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇസ്രായേലിനായിട്ട് നല്ലൊരു രീതിയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വന്നത്. എന്നാൽ ഇതിൽ സൗദി അറേബ്യ സൈൻ ചെയ്തിട്ടില്ല. സൗദി അറേബ്യ പറഞ്ഞു, സൗദി അറേബ്യ പാലസ്തീനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സൗദി അറേബ്യ വേണമെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുമായിരുന്നു, പക്ഷെ അവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചു. ഫസ്റ്റ് തിങ് ഇസ് എ ഇൻഡിപെൻഡന്റ് പാലസ്തീൻ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇസ്രായേൽ പാലസ്തീൻ വാർ നടന്നിട്ടില്ല, ഇപ്പോൾ നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയും, ഇസ്രായേലും വേണം പാലസ്തീനും വേണം. അത് രണ്ട് രാജ്യങ്ങളാണ്. അല്ലാതെ ഇസ്രായേൽ കയറി പാലസ്തീൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്.
പാലസ്തീൻ്റെ ഈസ്റ്റേൺ ജെറുസലേം ഷുഡ് ബി പാലസ്തീൻ്റെ ക്യാപിറ്റൽ ആയിരിക്കണം. 1967 എങ്ങനെയായിരുന്നു ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ബോർഡർ, അങ്ങനെ അതേ നിലവിലാണ് ബോർഡർ എന്നുണ്ടെങ്കിൽ പറഞ്ഞു സൗദി അറേബ്യ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്രഹാം അക്കോർഡ് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാമെന്ന് ഓൾറെഡി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് സൗദി അറേബ്യ. ഈ റീസൺസിന് കാരണം സൗദി അറേബ്യ ഈ അബ്രഹാം അക്കോർഡ് സൈൻ ഇൻ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ അബ്രഹാം അക്കോർഡ് സൈൻ ഇൻ ചെയ്യാൻ US ഫോളോ അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിൽ. ഓക്കെ, ഇന്ത്യക്ക് ഇതെങ്ങനെ ഹെൽപ്പ് ആകും എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ്. ഇന്ത്യയിൽ നിന്നിട്ട് യൂറോപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ആണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി 2023 G20 സബ്മിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ ഇത് സൗദി അറേബ്യനെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യനെയും ഇസ്രായേലിനെയും എല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ യൂറോപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. സോ ഇറ്റ് ഇൻക്ലൂഡ് ദിസ് പ്രൊജക്ട് ലോഞ്ച്ഡ് ടു ലിങ്ക് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യുന്നു ത്രൂ ദ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഷിപ്പ് ടു റെയിൽ ട്രാൻസിറ്റ് റൂട്ട്സ് എനർജി പൈപ്പ് ലൈൻസ് ഹൈ സ്പീഡ് ഡാറ്റ കേബിൾസ് ഒക്കെ, അതായത് പൈപ്പ് ലൈൻസ് എല്ലാം ഉപയോഗിച്ചൊരു ഒരു കണക്ടിവിറ്റി പ്രൊജക്റ്റാണ് ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു ഡീല് ഹെൽപ്പായിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനൊരു സൗദി അറേബ്യയും US തമ്മിലൊരു ഡീല് വന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഫോർ സൗദി അറേബ്യ? ഒന്നാമത്തെ കാര്യം എനർജി ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ പറ്റും. ന്യൂക്ലിയർ ഓയിലിൽ നിന്ന് ന്യൂക്ലിയർ എനർജിയിലോട്ട് പോകാൻ പറ്റും. റെഡ്യൂസിങ് ദ ഓയിൽ ഡിപ്പെൻഡൻസസ്, ഹൈ ടെക്നോളജീസ് സൗദി അറേബ്യയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഡീലിൻ്റെ US-ന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് എക്കണോമിക് ഗെയിൻസ് ഫ്രം ദ ന്യൂക്ലിയർ ഇൻഡസ്ട്രി. US-ന് ന്യൂക്ലിയർ ഇൻഡസ്ട്രീസ് സൗദി അറേബ്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അതിൽ നിന്നുള്ള എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാകും. പിന്നെ ചൈനയിലും റഷ്യയും ഈ വെസ്റ്റ് ഏഷ്യൻ റീജിയങ്ങളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചുമത്തുന്നുണ്ട്. സോ ആ ഇൻഫ്ലുവൻസ് ഒക്കെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് US-ന്റെ ഈ ഒരു സ്ട്രാറ്റജി, ഒരു എഗ്രിമെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ മിഡിൽ ഈസ്റ്റിലാകട്ടെ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കൺസേൺ വരാൻ പോകുന്നുണ്ട്. കാരണം ഇവർ സിവിൽ ന്യൂക്ലിയർ ടെക്നോളജി പിന്നീട് മിലിറ്ററി യൂസസിന് വേണ്ടി യൂസ് ചെയ്താലോ, യുറേനിയം എൻറിച്ച്മെൻ്റ് ഒക്കെ ചെയ്ത് ഒരു 30-35% ഒക്കെ എൻറിച്ച് ചെയ്ത് യുറേനിയം 35ൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടിയിട്ട് അത് ന്യൂക്ലിയർ വെപ്പണിലോട്ട് വേണമെങ്കിൽ പോകാലോ. അപ്പം ഇങ്ങനെ ഒരു കൺസേൺ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ പ്രോലിഫറേഷൻ. അതായത് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഡെവലപ്മെൻറ്റിലോട്ട് ഇത് പിന്നീട് സൗദി അറേബ്യനെയൊക്കെ നയിക്കുമോ? ദെൻ ഇറാനായിട്ട് സൗദി അറേബ്യക്ക് ഇനിയും അവർ തമ്മിൽ കൂടുമോ? അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ഈ ഒരു എഗ്രിമെൻറ്റിലോട്ട് വരുന്നുണ്ട്. സോ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ആ ഒരു ഇഷ്യൂ ഇനിയും മുന്നോട്ട് വരികയാണ്. ഓക്കെ, ഞാൻ വേ ഫോർവേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്ന സേഫ് ഗാർഡും ട്രാൻസ്പാരൻസിയും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ എഗ്രിമെന്റിൽ ഉറപ്പുവരുത്തണം ട്രാൻസ്പാരൻസി ഉണ്ടെന്ന്. ദെൻ എൻകറേജ് പീസ്ഫുൾ സിവിലിയൻ ന്യൂക്ലിയർ കോപ്പറേഷൻ. അതായത് സിവിലിയൻ യൂസസിന് വേണ്ടി ന്യൂക്ലിയർ കോപ്പറേഷൻ നല്ലതാണ്. ദെൻ ഡിപ്ലോമാറ്റിക് ഡയലോഗ് കൂട്ടുക ഇറാനായിട്ടും. ദെൻ ദ പ്രൊമോട്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. അതായത് ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പ്രൊമോട്ട് ചെയ്യാം. Then the next news. Okay, this news talks about the Ken-Betwa river interlinking. അതായത് മധ്യപ്രദേശിലെ 2 റിവേഴ്സ് ആണ് കെന്നും ബെറ്റ്വ. ബോത്ത് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് യമുന. ഓക്കെ, ഈ 2 റിവറും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് കെൻ എന്ന് പറയുന്ന റിവർ വാട്ടർ സർപ്ലസ് ആണ്, വെള്ളം ഒരുപാടുണ്ട്. ആ വെള്ളം ഒരുപാടുള്ള സ്ഥലത്ത് നിന്നും ബെറ്റ്വ എന്ന് പറയുന്ന റിവറിലോട്ട് അത് ഇന്റർലിങ്ക് ചെയ്യാൻ പോകും. ആ റിവറിനെ ഇന്റർലിങ്ക് ചെയ്യാൻ പോവുകയാണ് മധ്യപ്രദേശിൽ. ബട്ട് ദിസ് ഇസ് ക്രിയേറ്റിംഗ് സം കൺസേൺസ്. കാരണം ഇന്റർലിങ്ക് ചെയ്യുമ്പോൾ ഒരു കനാല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ കനാല് ക്രിയേറ്റ് ചെയ്യുന്നത് പല ട്രൈബൽ പീപ്പിൾസ് താമസിക്കുന്ന സ്ഥലത്ത് കൂടെയാണ് ഈ കനാല് പോകുന്നത്. 2 റിവറിനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ട്രൈബ്സ് ആർ പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദിസ്. ആൻഡ് ഓൾസോ നമ്മുടെ പന്ന ടൈഗർ റിസർവ് എന്ന് പറയും മധ്യപ്രദേശിൽ. ഈ ഒരു കനാലും ഈ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഈ പന്ന ടൈഗർ റിസർവിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാകുന്നുണ്ട്. സോ ഇതിനൊരു എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കൺസേൺസ് കൂടി ഈ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. സോ കുറേ ദിവസം നമ്മൾ ഡൽഹിയിൽ ജന്തർ മന്ദറിലെ ഇഷ്യൂ കാരണം ഈ കെൻ ബെറ്റ്വ പ്രൊജക്ട് ഈ പ്രൊട്ടസ്റ്റിന് അധികം ഇത് ലഭിച്ചിട്ടുണ്ടായില്ല,
പ്രശസ്തി കിട്ടിയില്ല. കാരണം ആക്ച്വലി ഭയങ്കര ഒരു ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ ആക്ച്വലി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഇതായിരുന്നു. അപ്പം അങ്ങനെ പ്രൊട്ടസ്റ്റ് ട്രൈബ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രൊട്ടസ്റ്റ്. കാരണം ഗവൺമെൻറ് കുറച്ച് മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. So first thing is about the Ken-Betwa river interlinking. So this is a Betwa river and this is a Ken river. Both are the tributaries of Yamuna. Okay, ഇതിനെ രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു കനാൽ കണ്ടോ. ദിസ് കനാൽ ഈസ് ലിങ്കിങ് ദിസ് ടു റിവേഴ്സ്. സോ ഈ ഒരു ഏരിയനെ പറയുന്നതാണ് ബുന്ദേൽഖണ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. സോ ബുന്ദേൽഖണ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഈ കനാല് വഴി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിലൊക്കെ നമുക്ക് വെള്ളം ഉറപ്പുവരുത്താൻ പറ്റും, വാട്ടർ സ്കാർസിറ്റി കുറയ്ക്കാൻ പറ്റും. സോ ഈ ഒരു കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്ക് എന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്റ്റ് ആണ്. ഓക്കെ, ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് നാഷണൽ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയും ഫോർ റിവർ ഇന്റർലിങ്കിങ്. നമുക്ക് ഇന്ത്യയിലെ ഒരുപാട് റിവേഴ്സ് ഹിമാലയൻ റിവേഴ്സിനെയും പെനിൻസുല ഭാഗത്തുള്ള റിവേഴ്സിനും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചില സ്ഥലത്ത് നമുക്ക് അറിയാൻ പറ്റും ഫ്ലഡിങ് ആയിരിക്കും, ചില സ്ഥലത്ത് ഡ്രോട്ട് ആയിരിക്കും. അപ്പോൾ ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് ഒരു വെള്ളമില്ലാത്ത സ്ഥലത്തിലോട്ട് കനാലൊക്കെ ബിൽഡ് ചെയ്ത് വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊജക്റ്റാണ് ഈ റിവർ ഇന്റർലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, അതിനാണ് നാഷണൽ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കെൻ ബെറ്റ്വ റിവർ ഇന്റർലിങ്കിങ്. ഓക്കെ, ദെൻ ട്രാൻസ്ഫേഴ്സ് ദ സർപ്ലസ് വാട്ടർ ഫ്രം ദ കെൻ റിവർ ടു ദ ബെറ്റ്വ റിവർ. ഇനി ഇതിൻ്റെ കമ്പോണൻസ് പലതുണ്ട്. ഒരു ഡാം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദുഗ്വാൻ ഡാം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദുഗ്വാൻ ഡാം ഒക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് പറയാം. പിന്നെ ഒരു 221 കിലോമീറ്റർ ഉള്ള കനാലാണ് ആക്ച്വലി, അല്ലെങ്കിൽ 223 എന്ന് പറയാം. കാരണം 221 കിലോമീറ്റർ ഉള്ള ഒരു കനാല് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഏരിയയിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ട്രൈബ്സിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സോളാർ പവർ പ്രൊജക്റ്റും ഇൻക്ലൂഡഡ് ആണ്, ഹൈഡ്രോ പവർ പ്രൊജക്റ്റും ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൽ. ഓക്കെ, ദെൻ എന്തിനു വേണ്ടി ഈ ഒരു പ്രൊജക്ട്? അഡ്രസ് ദ ക്രോണിക് വാട്ടർ സ്കാർസിറ്റി ഇൻ ദ ബുന്ദേൽഖണ്ഡ് റീജിയൻ. അതായത് ഇറിഗേറ്റ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ്, വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇറിഗേഷൻ ഉറപ്പുവരുത്താനും, ഡ്രിങ്കിങ് വാട്ടർ ഉറപ്പുവരുത്താനും, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്താനും, റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷനും ദിസ് പ്രോഗ്രാം വുഡ് ബി വെരി വെരി ഹെൽപ്ഫുൾ. ദെൻ നാഷണൽ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ വൈ ആർ ദ ട്രൈബ്സ് ആർ പ്രൊട്ടക്റ്റിംഗ്? ട്രൈബ്സിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിറ്റി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ ഇഷ്യൂസാണ്. അതായത് അവർ താമസിക്കുന്ന സ്ഥലത്തൂടെയാണ് കനാല് പോകുന്നത്. അപ്പോൾ അവരെ റീഹാബിലിറ്റ് ചെയ്യണം, മാറി താമസിപ്പിക്കണം. അതിൽ പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ല ഗവൺമെൻറ്. സോ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്, കുറേ ആൾക്കാർ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ റീഹാബിലിറ്റേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. ഓക്കെ, ഇനി ഇവർ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഡൾട്ടിനും ഒരു പുതിയൊരു ഫാമിലി പ്രൊജക്റ്റ് വേണം, അതായത് പുതിയൊരു റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ് വേണം. അതിപ്പോൾ ഒരു ഫാമിലിക്ക് വേറൊരു സ്ഥലം തരുന്നതിന് പകരം ആ ഓരോ വീട്ടിലെയും അഡൾട്ടായിട്ടുള്ള ആൾക്കാർക്ക് പുതിയൊരു സ്ഥലം കൊടുക്കണം എന്ന്. അതായത് ഒരു ഫാമിലിക്ക് ആയിട്ടൊരു പുതിയ സ്ഥലം എന്നല്ല, ആ ഫാമിലി ഒരുപാട് അഡൾട്ട് ഉണ്ടാവും, ആ അഡൾട്ട് ഓരോരുത്തർക്കും ഒരു പുതിയൊരു സ്ഥലം കൊടുക്കണം എന്ന് പറയുന്നത്. ദെൻ ഇൻക്ലൂഡ് ജെന്യുവിൻ ലെഫ്റ്റ് ഔട്ട് ബെനിഫിറ്റ്സ്. അത് കൺസേൺസ് ആയിട്ട് പറഞ്ഞത്. പല ആൾക്കാരും ഇതിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, പല ആൾക്കാർ റീഹാബിലിറ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം എക്സ്ക്ലൂഡഡ് ആയിട്ട് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, കോമ്പൻസേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക. ദെൻ ഓൾസോ ദ പ്രൊട്ടസ്റ്റേഴ്സ് അലീജ്ഡ് ഫേക്ക് ബെനിഫിഷ്യറീസ് ഇൻക്ലൂഡ്. ശരിക്കും ആവശ്യമില്ലാത്ത ആൾക്കാർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഗ്രാമസഭയുടെ കൺസെന്റ് ഒന്നും ഇല്ലാണ്ടാണ് പ്രോപ്പറായിട്ട് നടത്തിയേക്കുന്നത്. അതായത് ഇത് ട്രൈബൽ ഏരിയയിൽ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ, അതായത് 5th ഷെഡ്യൂളിൻ്റെ കീഴിൽ. അപ്പോൾ 5th ഷെഡ്യൂളിൽ നമുക്ക് പെസൈ ഉണ്ട്, നമ്മുടെ പൊളിറ്റിയിൽ പഠിച്ചെന്ന് പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ദ ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്. അപ്പോൾ അതിനകത്ത് ഗ്രാമസഭയുടെ സമ്മതം പ്രോപ്പറായിട്ട് ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊന്നും നടപ്പിലാക്കാൻ പാടില്ല. സോ അതൊക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് കുറച്ചും കൂടി പൈസ മീൻസ് ഇതിൻ്റെ ഫണ്ടിങ് കൂട്ടി ഇത് സോൾവ് ചെയ്യാനായിട്ട്, പിന്നെ കോമ്പൻസേഷൻ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ബെനിഫിഷ്യൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ദിസ് പ്രോജക്റ്റ് ഈസ് ഓൾസോ റൈസിങ് സം എൻവയോൺമെൻറ്റൽ കൺസേൺസ്. ഫസ്റ്റ് തിങ് ഈസ് പന്ന ടൈഗർ റിസർവ് ഇഷ്യൂ. ദ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ പ്രോജക്ട് ലൈസ് ഇൻസൈഡ് ദ പന്ന ടൈഗർ റിസർവ്. അപ്പോൾ ടൈഗർ റിസർവിലുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് ട്രീ വെള്ളത്തിനടിയിലാകും, ഒരുപാട് സ്ഥലം വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. ഓൾറെഡി കുറേ ട്രീ മുറിച്ചിട്ടുണ്ട്, ഇനി ഒരുപാട് ട്രീ മുറിക്കുകയും ചെയ്യും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. സോ അത് ഹാബിറ്റേറ്റ് ഫ്രാഗ്മെൻറ്റേഷനിലോട്ട് നയിക്കും. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഇതൊരു സ്ഥലം എന്ന് വിചാരിക്കാം. ഓക്കെ,
ഇവിടെ കൂടിയാണ് കനാല് പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ മുഴുവൻ ഇപ്പോൾ ഒരു എലിഫൻസ് ഉള്ള ഏരിയ ആയിരുന്നു വിചാരിക്കാം. അവരുടെ ഇവിടെയും കുറച്ച് എലിഫൻസ് ഉണ്ട്. സോ ഹാബിറ്റേറ്റ് ഫ്രാഗ്മെന്റ് ഉണ്ടായി. ഓക്കെ, ഹാബിറ്റേറ്റ് ഫ്രാഗ്മെന്റ് ആയിപ്പോയി, രണ്ടായിട്ട് മാറി. സോ ഇറ്റ് ഈസ് ഡിസ്പ്രപ്പോർഷനലി എഫക്റ്റിംഗ് ദ ടൈഗർ പോപ്പുലേഷൻ. ഗാരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലയുടെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്. അതൊരു ഫ്രഷ് വാട്ടർ ക്രൊക്കഡൈലാണ്. എൻഡേഞ്ചർ വൾച്ചേഴ്സിനൊക്കെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് ടൈഗർ റീഇൻട്രൊഡക്ഷൻ പ്രൊജക്റ്റ് ഉണ്ട്. അതിനെയും ഈ ഒരു പന്ന ടൈഗർ റിസർവ് ഇതിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹൈഡ്രോളജിക്കൽ കൺസേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് നോട്ട് റിലീസ്ഡ് കംപ്ലീറ്റ് ഹൈഡ്രോളജിക്കൽ ഡാറ്റ. ഇതിന് വെള്ളത്തിന് റിലേറ്റഡ് ആയിട്ട് പ്രോപ്പർ ഡാറ്റ കൊടുത്തില്ല. പിന്നെ കെൻ റിവർ, ശരിക്കും കെൻ റിവറിലെ വെള്ളം സർപ്ലസ് ആണോ എന്ന് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ഗംഗാ ബേസിന്റെ ഭാഗമാണ് എന്ത് കെൻ പെറ്റ്വ റിവർ എന്ന് പറയുന്നത്. സോ ഗംഗാ റിവറിലോട്ടും ഗംഗാ റിവറിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് വരാൻ സാധ്യത ഉണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. 5th ഷെഡ്യൂളിലെ ട്രൈബൽ ഏരിയാസ് വരുന്ന പെസ ഉണ്ട്, അവിടെ ഗ്രാമസഭയ്ക്കുള്ള പവർ ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തെ. ദെൻ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ട്, അതായത് ഫോറസ്റ്റിൽ താമസിക്കുന്ന ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് പീപ്പിൾസിന് കുറച്ച് ആക്ട് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ആ റൈറ്റ്സ് എല്ലാം വയലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഒരു ആക്ട് ഉണ്ട്, ഇതെല്ലാം വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പ്രൊജക്ട്. ഇങ്ങനെ പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷൻ എക്കണോമിക് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറിഗേഷൻ കൂടും, റൂറൽ ഡെവലപ്മെന്റ്, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ, റിന്യൂവബിൾ എനർജി ജനറേഷനിലോട്ടൊക്കെ നയിക്കും. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇന്ത്യയിലെ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്റ്റ് ആണ്. സോ ഇത് മറ്റുള്ള പ്രൊജക്റ്റിലോട്ടും ഹെൽപ്പ് ആകും മുന്നോട്ട് പോകാനായിട്ട്. ദെൻ ഇഷ്യൂസ് ആർ ദീസ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ട്രൈബൽ ഡിസ്പ്ലേസ്മെന്റ്, റീപ്ലേസ്മെന്റ് ഇഷ്യൂവും റീഹാബിലിറ്റേഷൻ ഇഷ്യൂ. ജസ്റ്റ് റീഡ് ദാറ്റ്. ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യമാണ്. അടുത്ത വേ ഫോർവേഡ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് റീഹാബിലിറ്റേഷൻ പ്രോജക്ട് ഷുഡ് ബി ട്രാൻസ്പാരന്റ് ആയിരിക്കണം. ഓക്കെ, കറപ്ഷൻ ഒന്നും പാടില്ല. ദെൻ നമ്മുടെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്റ്റും പെസ ആക്റ്റും സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഗ്രാമസഭയ്ക്കൊക്കെ പ്രധാനമായിട്ട് റോൾ കൊടുത്തിരിക്കണം. ദെൻ എൻവയോൺമെന്റൽ അസസ്മെന്റ്, ഇമ്പാക്ട് അസസ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തിയിട്ട് വേണം ഈ ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ. ഇതുപോലെ കുറെ മെഷേഴ്സ് ഉണ്ട്. യു നീഡ് ടു റീഡ് ദാറ്റ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. അതായത് ഈ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ സാർനാഥ് എന്നറിയപ്പെടുന്ന സാർനാഥ് ബുദ്ധിസ്റ്റ് സൈറ്റ് ഉണ്ട്. ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആസ് എ 45th സൈറ്റ്. ഇന്ത്യയിൽ നിന്നിട്ട് 45ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് സാർനാഥ് എന്ന് പറയുന്നത്. സോ നമുക്ക് സാർനാഥിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ സാർനാഥ് എന്നറിയപ്പെടുന്ന സ്ഥലം ബുദ്ധിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഡിസിപ്പിൾസിനൊക്കെ വിളിച്ചിട്ട്, അതായത് ശിഷ്യന്മാരൊക്കെ വിളിച്ചിട്ട് ഒരു പ്രസംഗം നടത്തുക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സെർമൺ, ഒരു റിലീജിയസ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ഒരു ഉപദേശം പോലെ കൊടുത്തേക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് സാർനാഥ് എന്ന് പറയുന്നത്. വാരണാസിയിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഗൗതമ ബുദ്ധ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെർമൺ നടത്തിയേക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ദെൻ ആ സെർമൺ കൊടുത്തേക്കുന്നതിന് പറയുന്നതാണ് മീൻസ് അതുപോലെ സെർമൺ നടത്തിയതിന് പറയുന്നത് ധർമ്മചക്ര പവട്ടന. ഓക്കെ, പല സ്ഥലത്തും പല ബുക്കിലും പല പേര് കാണാറുണ്ട്. ഇപ്പം ധർമ്മചക്ര പരിവർത്തന എന്നൊക്കെ കാണാറുണ്ട്. ഓക്കെ, ആ ഒരു ഇവന്റിന് ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷമാണ് ഇവർ സംഘമായിട്ട് ഇവർ ലീവ് ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതായത് പല മോങ്സ് ഒക്കെ വന്നിട്ട് ഒരു കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സെർമണിന് ശേഷമാണ്. സോ ദിസ് പ്ലേസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് Gautama Buddha delivered his first sermon after the enlightenment at this place called Sarnath in Varanasi, Uttar Pradesh. Okay, then historical significance ഒക്കെ പറയുന്നുണ്ട്. ഇത് ബുദ്ധിസത്തിന്റെ സ്പ്രെഡ് ചെയ്യാനുള്ള പഴയൊരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. അശോകൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ മൗര്യ, കുഷനാസ്, ഗുപ്താസ്, ഇവരുടെ ഈ ഡൈനാസ്റ്റീസിന്റെ കാലഘട്ടത്തും ഈ സാർനാഥ് എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ദെൻ സാർനാഥിലെ പ്രധാനപ്പെട്ട മോണുമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. There is a stupa called Damek Stupa. ഈ ദമേക് സ്തൂപ എന്ന് പറഞ്ഞാൽ എന്താണ് സാർനാഥിലുള്ളതെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് കൃത്യം സ്പോട്ട്, അതായത് ബുദ്ധ ഫസ്റ്റ് സെർമൺ നടത്തിയിരിക്കുന്ന കൃത്യം സ്പോട്ടിലുള്ള സ്തൂപ എന്ന് പറയുന്നതാണ് വാട്ട് ഈസ് ദമേക സ്തൂപ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ചൗഗന്തി സ്തൂപ. ഇവിടെയാണ് ബുദ്ധ 5 ഡിസിപ്പിൾസ് 5 ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിയ സ്ഥലം, മീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. ദെൻ അശോകൻ പില്ലർ സാർനാഥിൽ കാണാൻ പറ്റും. അശോകൻ മൗര്യൻ എംപയർ ബിൽഡ് ചെയ്തിരിക്കുന്ന അശോകൻ പില്ലർ ഇവിടെ കാണാൻ പറ്റും. ഈ അശോകൻ പില്ലറിൽ നിന്നിട്ടാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്, നമ്മുടെ നാഷണൽ എംബ്ലം ഓഫ് ദ ഇന്ത്യ എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്,
നമ്മുടെ ചക്ര ഇല്ലേ, അതായത് നാഷണൽ ഫ്ലാഗിലുള്ള അശോക ചക്ര അഥവാ ധർമ്മചക്ര എന്ന് പറയുന്നതും ഈ പറയുന്ന ക്യാപിറ്റലിൽ നിന്നിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ ഇൻ ഡെപ്തിൽ പഠിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു പോയത്. എന്താണ് സ്തൂപ എന്നും ഈ ധർമ്മചക്ര പരിവർത്തന, പിന്നെ അശോകൻ്റെ ഈ ക്യാപിറ്റലിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ കവർ ചെയ്യുന്നതാണ്. ദെൻ മൂലഗന്ധ കുട്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലേസ് വെർ ദ ബുദ്ധ സ്പെൻഡ് ഹിസ് ഫസ്റ്റ് റെയിനി സീസൺ ആഫ്റ്റർ ദ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ബുദ്ധൻ്റെ മഴക്കാലം, മഴ സമയത്ത് ഇവർ പ്രവർത്തനങ്ങളൊക്കെ നിർത്തും. സംഘം എല്ലാം ഒരു എന്താ പറയുക ഗുഹയിലൊക്കെ താമസിച്ച് അവിടെ ആയിരിക്കും ഇവർ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് റെയിനി സീസണിൽ ബുദ്ധൻ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം സ്പെൻഡ് ചെയ്തേക്കുന്ന സ്ഥലമാണ് മൂലഗന്ധ കുട്ടി എന്ന് പറയുന്നത്. ദെൻ ദർ ആർ ഓൾസോ സം ആർക്കിയോളജിക്കൽ മ്യൂസിയം ദ സാർനാഥ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ദിസ് ന്യൂസ് ടോക്സ് അബൌട്ട് ദ ചണ്ഡീപുര വൈറസ്. ഓക്കെ, ഈ ഒരു വൈറസ് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഒരു വൈറസാണ്. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഈ ഒരു വൈറസിന്. അത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ മരിക്കും. കാരണം ഒരു 15 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് ഈ ഒരു വൈറസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. സോ രാജസ്ഥാനിൽ ബാധിച്ചിട്ട് 2 കുട്ടികൾ മരിച്ചുപോയി. സോ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ ചണ്ഡീപുര വൈറസ്. ഓക്കെ, ഇറ്റ് ഈസ് എ എമേർജിങ് വെക്ടർ ബോൺ എ വൈറസ്. ഇറ്റ്സ് എൻ എമേർജിങ് വെക്ടർ ബോൺ എ വൈറസ്. അതായത് വെക്ടർ കാരണം ഉണ്ടാകുന്ന ഒരു വൈറസ്. എന്താണ് ഈ വെക്ടർ? ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ജീവികളുണ്ടാവും. ലൈക്ക് ഇവിടെ ചണ്ഡീപുര വൈറസ് എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യിക്കാൻ കാരണം സാൻഡ് ഫ്ലൈസ്. ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ വെക്ടർ. ദെൻ മസ്കിറ്റോസ്, കൊതുക്, പിന്നെ ടിക്സ് ഒക്കെ ഇല്ലേ, ടിക്സ്, ഇവരൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു അസുഖം. അപ്പോൾ ഈ വെക്ടർ ബോണേ ആയിട്ടുള്ള ഒരു വൈറസാണ്, വെക്ടറിൽ കൂടെ പകരുന്ന ഒരു കൈൻഡ് ഓഫ് വൈറസ് ആണ് ഈ പറയുന്ന ചണ്ഡീപുര വൈറസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബിലോങ് ടു ദ റാബ്ഡോവൈറിഡേ ഫാമിലി. ഓക്കെ, ഇതൊരു ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ്. ആ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു വൈറസ് ആണ് ഇത്. ദെൻ ഇത് 1965 മഹാരാഷ്ട്രയിലെ ചണ്ഡീപുര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. സോ ഇത് പ്രൈമർലി എഫക്ട് ദ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 15 years. കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രൈമർലി സ്പ്രെഡ് ടു ദ പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട്. ഇത് സ്പ്രെഡ് ആവുന്ന ഈ അസുഖം ഇതുപോലെയുള്ള പല വെക്ടേഴ്സ് ഉണ്ട്. ആ വെക്ടേഴ്സുകാരാണ് സ്പ്രെഡ് ആകുന്നത്. ലൈക്ക് മസ്കിറ്റോസ്, ടിക്സ് ആൻഡ് സാൻഡ് ഫ്ലൈസ്. അല്ലാണ്ട് മനുഷ്യന്മാരിൽ നിന്ന് മനുഷ്യരിലോട്ട് സ്പ്രെഡ് ആകാറില്ല. ഇതിൻ്റെ സിംറ്റംസ്, ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ വി ഹാവ് സഡൻ ഹൈ ഫീവർ, പെട്ടെന്നായിരിക്കും പനി വരുന്നുണ്ടാവുക, ഫ്ലൂ ലൈക്ക് ഇൽനസ്, വൊമിറ്റിംഗ്, ഹെഡ് ഏജ്, ഇതുപോലെയൊക്കെ പല സിംറ്റംസും കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഏരിയാസ് ഓഫ് കൺസേൺ. ഈ അസുഖം പ്രധാനമായിട്ടും സ്പ്രെഡ് ആയിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ റീജിയനിലാണ്. സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ഭാഗത്താണ്. ലൈക്ക് ദ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ദെൻ ഹൗ ടു പ്രിവെൻറ്റ് ദിസ് ഡിസീസ്? ദ ഫസ്റ്റ് തിങ് ഇസ് കൺട്രോൾ ദ ബ്രീഡിംഗ് ഓഫ് വെക്ടേഴ്സ്. അതായത് സാൻഡ് ഫ്ലൈസ്, മസ്കിറ്റോസ്, ടിക്സ്, ഇവരാണ് വെക്ടർ എന്ന് പറഞ്ഞത്. അവരുടെ സ്പ്രെഡിങ് അത് കൺട്രോൾ ചെയ്യണം. ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഏരിയയിലെ വെക്ടേഴ്സിനെ കൊല്ലുക. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ നോക്കുക. ഇപ്പം കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്കിറ്റോ നെറ്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുക. ഇൻസെക്റ്റിന് റിപ്പലൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഡോമസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതുപോലെ നോക്കുക. ഏർലി ഡയഗ്നോസിസും നടത്തുക. ദെൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നോ സ്പെസിഫിക് ആൻറ്റിവൈറൽ ഡ്രഗ് ഇസ് അവൈലബിൾ. ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു മരുന്ന് ഇല്ല. നമ്മുടെ നിപ്പ പോലെയാണ്, പ്രശ്നക്കാരനാണ്. ദെൻ നോ ലൈസൻസ്ഡ് വാക്സിൻ കറന്റ് എക്സിസ്റ്റ്. ഇതിന് മാത്രമായിട്ടൊരു വാക്സിനും നിലവിലില്ല. സോ നമ്മൾ ഇത് ദ മാനേജ്മെൻറ്റ് ഈസ് മെയിൻലി സപ്പോർട്ടീവ്, ഇൻക്ലൂഡിങ് നമ്മൾ ഹൈഡ്രേഷൻ ഉറപ്പുവരുത്തുന്നു, പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഫീവർ കൺട്രോൾ ചെയ്യുന്നു. സ്റ്റേഷ്യർ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചില സമയം വിറക്കലൊക്കെ വരും, ഭയങ്കര ഷിവറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കുഴഞ്ഞു വീഴും, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഈ അസുഖം ഇപ്പോൾ നിലവിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗോ അല്ലെങ്കിൽ വാക്സിനോ ഇല്ല. ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, ലാസ്റ്റ് ന്യൂസ് ആണ് വൈ ഇൻ ന്യൂസ്. ദാറ്റ് മീൻസ് ഗ്രോയിങ് അൺസർട്ടനിറ്റി ഇൻ US ഫോറിൻ പോളിസി. ഇത് ഞാൻ പറയാം. അതായത് ട്രംപ് വന്നതിൽ പിന്നെ ഒരുപാട് പോളിസീസ് ഭയങ്കര അൺസർട്ടൈൻ ആണ് ആക്ച്വലി. ട്രംപ് പല സമയം പുള്ളിക്കാരന് തോന്നുന്ന പോലെ ചില സമയം പോളിസീസ് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചൈനയായിട്ട് നമ്മളിപ്പോൾ അലൈൻ ചെയ്യണം. US ശരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കംപ്ലീറ്റ്ലി. അതോ നമ്മളിപ്പോൾ ചൈനയിലോട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കണം ഇന്ത്യ എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാക്ക്ഗ്രൗണ്ട് India US China strategic triangle. India's China policy after 2020 after the Galvan issue. ഞാൻ പറയാം.
അതായത് നമുക്കിപ്പോൾ ഡൗട്ട് ഇതാണ്, യു എസിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണോ റിലേഷനിൽ ചൈനയുമായിട്ട് ഫോക്കസ് ചെയ്യണോ? രണ്ടിനും രണ്ട് പ്രശ്നങ്ങളുണ്ട്. യു എസിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പോളിസീസൊക്കെ അൺസർട്ടൈൻ ആയിരിക്കും. ചൈനയുടെ പോളിസി എന്താ പറഞ്ഞാൽ വി ഹാവ് സം ബോർഡർ ഇഷ്യൂസ് വിത്ത് ചൈന. ചൈനയായിട്ട് 2020 ഒരു ഗാൽവൻ വാലി ഇഷ്യൂ നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഇൻ ദ ലഡാക്ക്. ലഡാക്കിലെ ഈ ഒരു സ്ഥലത്ത് ഗാൽവൻ എന്ന് പറഞ്ഞ വാലിയിൽ നമ്മുടെ ആർമിയും അവരുടെ ആർമിയും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നു. 10-20 ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അതുകൂടാതെ പലയിടങ്ങളിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ദെൻ റെഡ്യൂസിങ്, അപ്പോൾ 2020 ഗാൽവൻ വാലി ഇഷ്യൂവിന് ശേഷം we introduced some policies like reducing the economic dependence on China. ചൈനനെ എക്കണോമിക്കലി ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കൺട്രീസ് ചൈനയെ ഒഴിവാക്കിയിട്ട് മറ്റു രാജ്യങ്ങളായിട്ട് നമ്മൾ കോപ്പറേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഗാൽവൻ വാലിന് ശേഷം. ഓക്കെ, ദെൻ ചൈനയായിട്ട് നമ്മൾ എന്തുകൊണ്ട് ചൈനയെ സപ്പോർട്ട് ചെയ്യണം, ചൈനയായിട്ട് നമ്മൾ എക്കണോമിക് റിലേഷൻസ് അല്ലെങ്കിൽ ബയലാറ്ററൽ റിലേഷൻസ് ഉറപ്പുവരുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചൈനയിൽ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾക്ക് ചൈനയെ ഓൾറെഡി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ മെഷീനറി, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ ഓൾറെഡി ചൈനയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ വി ഹാവ് സം എക്കണോമിക് എൻഗേജ്മെൻറ്റ് ദിസ് ലീഡിങ് ടു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റുകൾ നമ്മുടെ കുറയുന്നുണ്ട്, സപ്പോർട്ടിങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, ട്രേഡ് റിലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഇപ്പം ഇതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചൈനയാണ്. പക്ഷെ ഇതുപോലെ നമുക്ക് എന്തുണ്ട്, കുറച്ച് ബെനിഫിറ്റ്സും നിലനിൽക്കുന്നുണ്ട്. സോ നമ്മൾ കംപ്ലീറ്റ്ലി യു എസിനായിട്ട് അലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ചൈനയായിട്ട് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ ചൈനയായിട്ട് ചെയ്യണ്ട, അതായത് ഇതുപോലെ റിലേഷൻ കൂട്ടണ്ട എന്ന് പറയാനും കുറച്ച് കാരണങ്ങളുണ്ട്. ദ ഫസ്റ്റ് കൺസേൺ ഇസ് ദ സെക്യൂരിറ്റി കൺസേൺസ്. ചൈനയായിട്ട് നമുക്ക് ബോർഡർ ഇഷ്യൂസ് നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഡെസ്പാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2023 ലഡാക്കിൽ തന്നെയാണ് കേട്ടോ. ദെൻ ചുമാർ, ഡോക്ലാം വേറെ ഭാഗത്താണ്, സിക്കിം ആ ഭാഗത്താണ്. ഗാൽവൻ വാലി ക്ലാഷസും ഈ പലയിടത്തും നമ്മുടെ ബോർഡർ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാൻ പറ്റും. ദിസ് ഇസ് ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ദിസ് ഇസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ ഇന്ത്യ ആൻഡ് ദ ചൈന. ഓക്കെ, ചൈനയുടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അക്സായി ചിഹ്നമൊക്കെ ഇപ്പോൾ ചൈനയാണ് ഭരിക്കുന്നത്, അക്സായി ചിഹ്നം എന്ന് പറഞ്ഞ ഏരിയാസ്. സോ ഇവിടെ ഒരുപാട് ഇഷ്യൂസ് ഓൾറെഡി നമുക്ക് നടന്നിട്ടുണ്ട്. സോ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ബൗണ്ടറി മാറ്റാൻ വേണ്ടി ചൈന ഓൾറെഡി പല സമയത്തും ശ്രമിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റൈസിങ് സം സെക്യൂരിറ്റി കൺസേൺസ്. ആൻഡ് നമ്മുടെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ സമ്മതിച്ചില്ല, ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഇന്ത്യ. ഓക്കെ, ദെൻ അവർ പല ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ് സലാമി സ്ലൈസിങ് സ്ട്രാറ്റജി. വാട്ട് ഈസ് സലാമി സ്ലൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യയിലെ കുറച്ച് ഏരിയാസ് അവർക്ക് വേണം, പക്ഷേ ഒറ്റയടിക്ക് അവർ ക്ലെയിം ചെയ്യില്ല. ഒറ്റയടിക്ക് ഒരു യുദ്ധം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി മൂവ്മെൻറ്റ് വെച്ചിട്ടോ അത് ഞങ്ങളുടെ ഏരിയയായിട്ട് പിടിച്ചെടുക്കില്ല. മറിച്ച് ഓരോ വർഷം കുറച്ച് ഏരിയാസൊക്കെ ആയിട്ട് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് അവർ ബോർഡർ ഏരിയ കുറച്ചിങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സലാമി സ്ലൈസിങ് സ്ട്രാറ്റജി. ആര് യൂസ് ചെയ്യുന്നുണ്ട്? ചൈന യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് സം ഇഷ്യൂ. അതായത് ഇന്ത്യ ചൈനയായിട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയാണ് ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ചൈന ഇന്ത്യയിലല്ല. വി ഹാവ് ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈന. അത്യാവശ്യം നല്ല ട്രേഡ് ഇംബാലൻസ് നമുക്ക് വരുന്നുണ്ട്. ചൈനയുടെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സിനൊക്കെ ചൈന നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഒരു ഈക്വൽ റിലേഷൻ അല്ല ആക്ച്വലി അവിടെ ഉള്ളത് ഇന്ത്യയും ചൈനയും തമ്മിൽ. ദെൻ എക്സസീവ് ഡിപ്പെൻഡൻസ് മേ റെഡ്യൂസ് ദ ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി. ഓക്കെ, നമ്മൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, അതായത് ഈ മരുന്നിൻ്റെ ഉള്ളിൽ ആക്റ്റീവായിട്ടുള്ള കണ്ടന്റ് ഇല്ല, അതിനാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ചൈനയിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ അപ്രോച്ചിന് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ ദ ചൈന ആൻഡ് യു എസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ചൈനയെയും എക്സസീവായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട. മറിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത വരില്ല. സോ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടുക, ആൾട്ടർനേറ്റീവ് സപ്ലൈ ചെയിൻ, നമ്മുടെ സപ്ലൈ ചെയിൻസ് ഒക്കെ നമ്മൾ മാറ്റുക. ഇപ്പോൾ ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക നമ്മുടെ സപ്ലൈ ആൻഡ് ട്രേഡ് പാർട്ട്നേഴ്സ്. യൂറോപ്പ്, ഈസ്റ്റ് ഏഷ്യ, ഗ്ലോബൽ സൗത്ത്, ഈ രാജ്യങ്ങളായിട്ട് കണക്ഷൻ വരിക. നമ്മൾ മറ്റ് ചൈനയെയും യു എസിനും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ദെൻ ലോങ് ടേം സെക്യൂരിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിറ്ററൻസ് കപ്പാസിറ്റി വേണം. ചൈനയായിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എതിർക്കാൻ പറ്റുന്ന രീതിയിലൊരു കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഡിപ്ലോമാറ്റിക് ലെവലിൽ നമുക്ക് എൻഗേജ്മെൻറ്റ് വേണം. ദാറ്റ് ഷുഡ് ബി ദ ഇന്ത്യാസ് അപ്രോച്ച്. സോ വി ആർ ഗിവിങ് എ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങളിത് ആൻസർ ചെയ്തിട്ട് യു ക്യാൻ സെൻഡ് ഇറ്റ് ടു ദിസ് മെയിൽ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.